നോക്കിയയുടെ നോക്കിയ 1.4 എന്ന് പറയുന്ന ഒരു പുതിയ ഫോൺ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് നോക്കിയ 1.4ൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നോക്കിയ അവരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പുതുതായിട്ട് പുറത്തിറക്കിയ മൊബൈലാണ് നോക്കിയ 1.4. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടി വരുന്ന ഫോണാണിത്. പിന്നെ 20:9 എന്ന് പറയുന്ന ആസ്പെക്റ്റ് റേഷ്യോയിലാണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. പോരാതെ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബട്ടൺ കൂടി നമുക്ക് ഈ ഫോണിൽ എക്സ്ട്രാ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ബോഡിയുമായിട്ടാണ് നോക്കിയ 1.4 വരുന്നത്. സർക്കുലാർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 178 ഗ്രാമാണ്. 8.7 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ നോക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഈ പ്രൈസിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 215 ആണ്. ഈ പ്രൊസസ്സർ വളരെ പഴയത് അല്ലെങ്കിൽ ബേസിക് പ്രൊസസ്സറാണെന്ന് പറയാം. പഴയൊരു പ്രൊസസ്സർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പോരാത്തതിന് ഇതൊരു ക്വാഡ് കോർ പ്രൊസസ്സറാണ്. ഇപ്പോൾ ഈ റേഞ്ചിൽ ഒക്ടാ കോർ പ്രൊസസ്സറൊക്കെയാണ് വരുന്നത്. എന്തായാലും ഈ പ്രൈസിൽ നമുക്ക് പ്രൊസസ്സർ വളരെ മോശം തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിന് ഇന്ത്യയിലേക്ക് വരുമ്പം ചിലപ്പം വില കുറഞ്ഞേക്കാൻ പറയുന്നുണ്ട്. 8200 റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഒരു 7000-ൽ താഴെ വന്നാൽ ഈ പ്രൈസിൽ ഈ സ്പെസിഫിക്കേഷൻസൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫോണിൻ്റെ 3 റാം വേരിയൻറ്റിലാണ് ഇവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 1GB 60GB വേരിയൻറ്റും 1GB 32GB വേരിയൻറ്റും 3GB 64GB വേരിയൻറ്റുമാണ് വരുന്നത്. 8700-ന് പറ്റിയ സ്പെക്സ് ഒന്നല്ല ഈ റാമിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിൽ മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. 2 സിമ്മും ഒരു മെമ്മറിയും ഒരുമിച്ച് യൂസ് ചെയ്യാം. 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ഗോ എഡിഷൻ ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ പവർഫുൾ അല്ലാത്തത് കൊണ്ടാണ് ലൈറ്റ് വേർഷൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 8 MP മെയിൻ ക്യാമറയും 2 MP മാക്രോ ലെൻസുമായിട്ടാണ് ക്യാമറ വരുന്നത്. ലോ ലൈറ്റ് പെർഫോമൻസിന് മെച്ചപ്പെടുത്താനായിട്ട് നൈറ്റ് മോഡൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MP-ൻ്റെതാണ്. 4000 mAh ഒരു ബാറ്ററി ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ 5 വാട്ടിൻ്റെ ആണ് ചാർജർ ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും 10 വാട്ടിൻ്റെ നോർമൽ ചാർജർ എല്ലാ ഫോണിലും ലഭിക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് തന്നെയാണ്. മൈക്രോ USB പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഗ്ലോബലിയാണ് ഇപ്പോൾ ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 1GB 60GB വേരിയൻറ്റിന് 8700 രൂപയാണ് ഏകദേശം വില വരുന്നത്. ഇതിൻ്റെ മറ്റ് 2 വേരിയൻസിൻ്റെയും വില ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലേക്ക് ഈ ഫോണുകൾ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ലോഞ്ച് ചെയ്താലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിത് അത്യാവശ്യമാണോ എന്ന് നിങ്ങളൊന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.